ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ. എൻ്റെ അസുഖങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വേറൊരു വ്ളോഗ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റായിപ്പോയി. ഭയങ്കരമായിട്ട് വിഷമം തോന്നും കേട്ടോ ആ ഒരു സമയത്ത്. കാരണം നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വന്നിട്ട് അത് ഡിലീറ്റായി പോകുമ്പോഴത്തേക്കും ഒരു ഭയങ്കര വിഷമം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പള്ളിയിലോട്ട് പോയതിന് ശേഷം പള്ളിയിൽ ആരാധനയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനിന്ന് പടിയിലാണ് ഇരുന്നത്. എനിക്കിന്ന് ചെയറിൽ ഇരിക്കാൻ വയ്യായിരുന്നു കേട്ടോ. കാല് നല്ല വേദനയായിരുന്നു. അപ്പോൾ പുറത്ത് ആ പടിയിലാവുമ്പോഴത്തേക്കും കാല് നീട്ടിയിട്ട് അങ്ങനെ ഇരിക്കാം, ആരാധനയിൽ കൂടാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കട്ടനൊക്കെ കുടിച്ചു, കേക്കൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ പള്ളി പണിയുന്നതിനെക്കുറിച്ചുള്ള ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇതുപോലത്തെ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കടമയാണ്. ഇത് എല്ലാവർക്കും കൊടുത്ത് ക്യാഷൊക്കെ പിരിച്ച് പള്ളിയിലോട്ട് ഏൽപ്പിക്കുക എന്നുള്ള കാര്യം. അതിനുശേഷം സൺഡേ സ്കൂളായിരുന്നു. ക്ലാസ്സും എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് വന്നു. പിന്നീട് രാവിലത്തെ ഫുഡെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ട് ഉച്ചത്തേക്കുള്ള പണിയിലായിരുന്നു. ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഫുഡെല്ലാം വെച്ച് ഞങ്ങൾ കഴിച്ചതിന് ശേഷം കുടുംബശ്രീക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ചയും ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ചിക്കൻ പൊരിച്ച് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വാങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാകാറുണ്ട് കേട്ടോ. അപ്പോൾ ആ എണ്ണ വേസ്റ്റ് ആകാറില്ല. കാരണം ആ എണ്ണ തന്നെയാണ് പിന്നീട് ചിക്കൻ കറി വെക്കുമ്പോഴും ഉപയോഗിക്കാറുള്ളത്. പിന്നെ എബിയും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ടിട്ട് ഞാൻ കുടുംബശ്രീക്ക് വന്നതാണ് കേട്ടോ. കുടുംബശ്രീയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കും. പിന്നെ ഇത് പിറ്റേന്നാണ് കേട്ടോ. ഞാൻ അന്നത്തെ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് തിങ്കളാഴ്ചയാണ്. എബി സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഞാനും ചേട്ടനും കൂടെ അവനെ കളിയാക്കിയതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെയും വയ്യാണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ചേട്ടൻ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ്റെ വകയായിരുന്നു. ചമ്മന്തിയും മുട്ടയും പിന്നെ മുളക് ചമ്മന്തിയും അപ്പമൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. ആ സമയത്തേക്കും എബി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവനെ കൊണ്ടാക്കാനായിട്ട് ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. സ്കൂൾ വരെയല്ല, താഴെ ബസ് സ്റ്റോപ്പ് വരെയാണ് കേട്ടോ. അപ്പോൾ അശ്വിനിയും ബീനയും കൂടെ അവരുടെ വീട്ടിലോട്ട് ഒരു ആവശ്യമായിട്ട് പോയതാണ് കേട്ടോ. അവർ വിഴിഞ്ഞത്ത് പോയിട്ട് അവിടെ നിന്നാണ് പൂവാറ് പോയി അവിടെ നിന്ന് പോകും. അപ്പോൾ അവർ രണ്ടുപേരും അടുത്തടുത്ത സ്റ്റോപ്പുകളിലാണ് താമസം. അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവർ ഒരുമിച്ച് പോകാറുണ്ട് കേട്ടോ. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനും ചേട്ടനും കൂടി ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ചെടികളും എല്ലാം ഒക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല രീതിയിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടുതലും ചേട്ടൻ തന്നെയാണ് ചെയ്തത്. ഞാൻ ചെറുതായിട്ടൊക്കെ ഈ ചേട്ടൻ ഇങ്ങനെ വെട്ടി മുറിച്ചിടുന്ന ചെടികളുടെ ശിഖരങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നിന്നെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ജോലിയെല്ലാം ചെയ്തതെല്ലാം ചേട്ടൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വെളിച്ചം വന്നത്. ഇപ്പോൾ ഇത്രയും നാളും ചെടികളും കുറേ ഫ്രണ്ടിൽ നിൽക്കുന്ന മരത്തിൻ്റെയൊക്കെ ചില്ലകളൊക്കെ വന്നിട്ട് വീടിനകത്ത് തന്നെ എപ്പോഴും ഒരു ഇരുണ്ട് പോലെയായിരുന്നു കേട്ടോ. അതെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. നല്ല രസമായിട്ട് ഇപ്പോൾ വെയിലൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് വീടിനകത്തോട്ടൊക്കെ വെയിൽ വരും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇത് കാട് പിടിച്ചും അകത്തോട്ട് വെയിൽ കടക്കാത്ത രീതിയിലും നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് പോലും ഇതിനകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇരുണ്ടതുപോലെയൊക്കെ കിടക്കുമ്പോഴത്തേക്ക് നമുക്കത് കാണാൻ തന്നെ എനിക്കതിഷ്ടമല്ല അങ്ങനെയൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴായപ്പോൾ മഴയൊക്കെ പെയ്തതിന് ശേഷം വീടിൻ്റെ ഫുള്ളായിട്ടും വീടിൻ്റെ 4 പാടും ചെടികളും പുല്ലുകളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടും വൃത്തികേടായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തനിയെ അത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ ചേട്ടൻ കൂടെ നിൽക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഞാനും ചെയ്തു കൊടുക്കും. എനിക്കതൊക്കെയാണ് എന്നെക്കൊണ്ട് പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചേട്ടൻ മുകളിൽ കയറിയിട്ട് ഒരു കരിക്ക് എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് വന്ന് കുടിക്കാൻ കാര്യം അവിടെ വെച്ചതിനെ തറയിലോട്ട് ഇട്ട സമയത്ത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ അവിടെ വെച്ച് തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് ചേട്ടൻ അതെനിക്ക് കാണിച്ചു തരികയാണ് എങ്ങനെ വെച്ച് കുടിക്കണമെന്ന്. അടുത്തൊരെണ്ണം കൂടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ച് ചേട്ടൻ അത് തള്ളിയിട്ടതും താഴോട്ട് വന്ന് വീണു കേട്ടോ. അതും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതാണ് എടുക്കാൻ വേണ്ടി ചേട്ടൻ താഴോട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിൽക്കും തോറും ആ വെള്ളവും കളയുന്നുണ്ട്, എൻ്റെ കയ്യിലെ വെള്ളവും കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞു ഇനി താഴെ ഇറങ്ങിപ്പോന്നു, ബാക്കി നമുക്ക് പിന്നീട് മുകളിൽ നിൽക്കുന്നതൊക്കെ ഒടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ടെറസിലോട്ട് തന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ വലതുവശത്ത് തന്നെ കണ്ടോ ഒരുപാട് ചെടികൾ നിൽക്കുന്നത് കണ്ടോ.
അതൊക്കെ എടുത്ത് കളയണമെന്നുണ്ട്, പക്ഷേ കുറേയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് മാത്രമേ എടുത്ത് കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും എടുത്ത് കളയാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, നമുക്ക് ഏണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മുകളിലോട്ട് വലിഞ്ഞ് കയറി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ നല്ലൊരു പിച്ചിയുടെ തൈ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കേടായി പോയിട്ടുണ്ടായിരുന്നു. എത്ര നട്ടിട്ടും പിച്ചി മാത്രം ശരിയാകുന്നില്ല കേട്ടോ. മുല്ലയൊക്കെ പിന്നെയും പൊടിച്ച് വരാറുണ്ട്, പൂക്കാറുണ്ട്. പക്ഷേ പിച്ചി എത്ര നട്ടിട്ടും അത് ഒന്നും ശരിയാകുന്നില്ല. എനിക്കത് ഭയങ്കര വിഷമമാണ് കേട്ടോ. പക്ഷേ പിച്ചി എപ്പോഴും പൂക്കുന്നതാണ്, സീസൺ ഇല്ലാതെ തന്നെ എപ്പോഴും പൂക്കുന്ന ഒരു പൂവും കൂടെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്കതൊരു ഭാഗ്യമില്ല കേട്ടോ, എനിക്കത് കിട്ടാറുമില്ല. പിന്നീട് ഈ സൈഡിലൊക്കെ നിന്ന് കുറേ ചവറുകളും കുറേ വേസ്റ്റ് തുണികളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നേരത്തെ പൊട്ടിച്ചിട്ട 2 കരിക്കും അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് ഞങ്ങൾ കുടിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് കരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും ഇല്ലായിരുന്നു, കരിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. തറയിൽ വീണിട്ട് പോലും വെള്ളം നല്ല രീതിയിലുണ്ടായിരുന്നു. ഒരെണ്ണം നല്ല മധുരമായിരുന്നു കേട്ടോ. ഒരെണ്ണം വലിയ കുഴപ്പമില്ല, ആ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ കരിക്ക് നന്നായിട്ട് കഴിക്കാനായിട്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, അകത്ത് അങ്ങനെ വലുതായിട്ട് കരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കുറച്ചൊക്കെ സ്പൂൺ വെച്ചെടുത്തു. പിന്നെ പണ്ടത്തെ പോലെ നമുക്ക് ഈ തേങ്ങ വെട്ടാൻ വരുന്നവർ തന്നെ ഈ തേങ്ങയുടെ ആ തൊണ്ടുണ്ടല്ലോ, അതിനെ തന്നെ ഈ സ്പൂണ് പോലെ ആക്കിയിട്ട് അതിനെ വെച്ചിങ്ങനെ കോരി തരുമായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞിലേക്ക്. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് തെങ്ങൊക്കെ ഉണ്ടായിരുന്ന സമയത്തും. അപ്പോൾ ചേട്ടനും അതുപോലെ ആക്കി കഴിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനും പിന്നെ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ എനിക്ക് അങ്ങനെ തന്നു കേട്ടോ, അങ്ങനെ കോരി കഴിക്കാനായിട്ട്. ഇതാ ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ആ ഒരു സംഭവമാണ്, നമ്മുടെ സ്പൂണ് പോലെ അത് കോരി കഴിക്കാൻ പറ്റും. അങ്ങനെ കഴിച്ച സമയത്ത് ഞാൻ എൻ്റെ ആ പണ്ടത്തെ കുറേ കാര്യങ്ങളായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ആലോചിച്ച് കഴിച്ചത്. നമ്മുടെ വീട്ടിലിങ്ങനെ കരിക്ക് വെട്ടാൻ വരുമ്പോൾ ഞാനും അനിയനും കൂടെ ഇങ്ങനെ, നമുക്ക് കൈവരിയുണ്ട് കേട്ടോ. ആ കൈവരിയിലിരുന്ന് ഞങ്ങളിങ്ങനെ കാലുവാട്ടിയിരിക്കും. നമ്മൾ രണ്ടുപേരും കൂടെ നോക്കിയിരിക്കും കരിക്ക് എത്ര എണ്ണം വെട്ടുന്നൊക്കെ നോക്കിയിരിക്കും. അവസാനം ചില സമയത്ത് മുറ്റിയ കരിക്കായിരിക്കും കേട്ടോ, എനിക്കത് ഇഷ്ടേ അല്ല. എന്നാലും വെള്ളം കുടിക്കും. എനിക്കിങ്ങനെ കോരി കഴിക്കുന്ന കരിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനും അനിയനൊക്കെ അങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു കാലം സത്യം പറഞ്ഞാൽ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാ ജോലികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം വരെയൊക്കെ കുറച്ച് ജോലിയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് പെട്ടെന്ന് പിന്നെയും വയ്യാണ്ടായി. ഞാൻ പിന്നെ കുറച്ച് നേരം പോയി കിടന്നു. ചേട്ടനും കുളിച്ചിട്ട് വന്ന് ചോറൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങ് എഴുന്നേറ്റു കേട്ടോ. അസുഖം ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുളിക്കാനായിട്ട് നിന്നു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ച് മുറ്റമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അകത്ത് കയറിയത് കേട്ടോ. അതുവരെ പുറത്തൊക്കെ നിന്നു, മുറ്റമൊക്കെ നന്നായിട്ട് തൂത്തു. കാരണം ഇത് ചവറ് ഉണ്ടായിരുന്നു, കാരണം വെട്ടിയിട്ട് കുറേ ചവറുണ്ടായിരുന്നു. പിന്നെ തൂത്തൊതുക്കിയപ്പോൾ ഉള്ള കുറേ ചവറുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. സത്യം പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞു. സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ തന്നെ നമ്മൾ റോഡിൽ നിന്നും നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്നൊരു സന്തോഷം തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെളിച്ചം ഒക്കെ ആയിട്ട് കിടക്കണം. ഇരുണ്ട് കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാരണം കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് കുളിയെല്ലാം കഴിഞ്ഞു. പിന്നീട് എനിക്ക് 7 മണിക്ക് കേക്കിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായും സന്തോഷമായും സേഫായിട്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.